പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീടിന് മുന്നിൽ കനത്ത സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് കേന്ദ്രസേന. മമത ബരായ്പൂരിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട് സന്ദർശിക്കാനിരിക്കെയാണ് സേനാവിന്യാസം. സന്ദർശനം തടയാനാണ് ഇങ്ങനെയൊരു നീക്കം എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ ആരോപിക്കുന്നത്. അഭിഷേക് ബാനർജിയുടെ വീടിന് പുറത്തും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയാണ് BJP എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ TMCക്കെതിരെ BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. പതിവ് സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ് എന്നും വിവാദം സൃഷ്ടിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമമാണ് ഇത് എന്നുമാണ് BJP പറയുന്നത്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ ബരായ്പൂരിലെ സൂര്യപൂർ പ്രദേശത്താണ് 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതി പെൺകുട്ടിയുടെ കുടുംബത്തിന്റെയും പ്രദേശവാസികളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സംഭവം പ്രദേശത്ത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കേസിൽ BJP പ്രവർത്തകനെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് കൂട്ടുകാരിയുടെ ജന്മദിനത്തിന് സമ്മാനം വാങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഈ പെൺകുട്ടി. പിന്നീട് തിരിച്ചെത്തിയില്ല. 4 പേർ ചേർന്ന് കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നും സഹായത്തിനായി പോലീസിനെ സമീപിച്ചപ്പോൾ അവർ അത് കാര്യമായി എടുത്തില്ല എന്ന ഗുരുതരാരോപണവും കുടുംബം പറയുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ പ്രദേശവാസികൾ സംശയം തോന്നിയ ഒരാളെ പിടികൂടി. ഇയാളാണ് കുട്ടിയുടെ മൃതദേഹം എവിടെയുണ്ട് എന്ന് വെളിപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ സൂര്യപൂർ ഹാട്ട് പ്രദേശത്തെ ഒരു കുളത്തിനടുത്തിൽ നിന്ന് ചാക്കിൽ കിട്ടിയ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ പ്രകോപിതരായ കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ചേർന്ന് പ്രതിയായ വ്യക്തിയെ ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ പിന്നീട് മരിച്ചതായി പോലീസ് അറിയിച്ചു. എന്തായാലും ഇത് പശ്ചിമബംഗാളിൽ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇതിനിടയിലാണ് മമതാ ബാനർജിയുടെ വീടിനും അഭിഷേക് ബാനർജിയുടെ വീടിനു മുൻപിലും കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കേന്ദ്രസേന. അതുകൊണ്ട് തന്നെ ഇത് മമതാ ബാനർജി വലിയ രീതിയിൽ ആയുധമാക്കുകയാണ് ഇപ്പോൾ.